ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8ലെ അണ്ടർസ്റ്റാൻഡിങ് കോട്ടിലാറ്ററൽസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പാരലോഗ്രാം ABCD ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ അൺനോൺസ് X, Y ആൻഡ് Z. അപ്പോൾ ഇവിടെ നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട് ABCD. അതിൻ്റെ ബിയുടെ മെഷർ ആംഗിൾ ബി തന്നിട്ടുണ്ട് 100 ഡിഗ്രി. പിന്നെ എക്സ് വൈ സെഡ് ഇതിൻ്റെയൊക്കെ മെഷർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾസ് ആണ്. അപ്പം പാരലോഗ്രാമിൻ്റെ ആംഗിൾസ് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ നോക്കുക. അപ്പം നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. അതുപോലെ തന്നെ എന്താണ് അഡ്ജസൻ്റ് ആംഗിൾസ് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ഏതാ? അഡ്ജസൻ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ സപ്ലിമെൻ്ററി. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അത് രണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സും വൈയും സെഡും എല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ആംഗിൾ ഡി ആൻഡ് ആംഗിൾ ബി ഇവരെന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ എന്തെഴുതാം? ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ബി. അതിൻ്റെ റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ ഡിക്ക് വരെ എന്തെഴുതാം? വൈ. വൈ ഈസ് ഈക്വൽ ടു ആംഗിൾ ബിയുടെ മെഷർ നമുക്കറിയാം 100 ഡിഗ്രി. അപ്പോൾ വൈയുടെ മെഷർ കിട്ടി 100 ഡിഗ്രി. ഇനി ആംഗിൾ ബിയും ആംഗിൾ സിയും നോക്കാം. ഇവരെന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താ? അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ആംഗിൾ ബിയുടെ മെഷർ നമുക്കറിയാം 100 ഡിഗ്രി പ്ലസ് ആംഗിൾ സിക്ക് പകരം എക്സ് എഴുതാം ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടും? 80 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ മെഷർ കിട്ടി 80 ഡിഗ്രി. ഇനി എക്സിൻ്റെ മെഷർ കിട്ടിയാൽ നമുക്ക്, അതായത് ആംഗിൾ സിയുടെ മെഷർ കിട്ടിയാൽ നമുക്ക് ആംഗിൾ എ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. എന്താ കാര്യം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിളിലേക്ക് വരെ നമുക്ക് സെഡ് എന്ന് എഴുതാം. ആംഗിൾ സിയുടെ മെഷർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ അൺനോൺസ് എക്സ് വൈ സെഡ്. ഇവിടെ നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ പാരലോഗ്രാമിന് പേരിട്ട് കൊടുക്കാം. ABCD. ഈ പേരിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എഴുതാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. ഇനി ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. റീസൺ എഴുതി വയ്ക്കാം, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ആംഗിൾ ഡിക്ക് വരെ എന്ത് എഴുതാം? വൈ. ബിയുടെ മെഷർ 112 ഡിഗ്രി. അപ്പോൾ വൈയുടെ മെഷർ കിട്ടി 112 ഡിഗ്രി. ഇനി ആംഗിൾ എയും ആംഗിൾ ബിയും എന്താണ്? അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ജസൻ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താ? അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. ഇനി ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? ഈ 40 ഡിഗ്രിയും സെഡും കൂടി ചേരുന്നതാണ്. അപ്പോൾ ആംഗിളിലേക്ക് വരെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 40 ഡിഗ്രി പ്ലസ് സെഡ്. ഇനി ആംഗിൾ ബിയുടെ മെഷർ എന്താണ്? 112 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഈ 40 ഡിഗ്രിയും 112 ഡിഗ്രിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 152 ഡിഗ്രി പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സെഡ് ഈസ് ഈക്വൽ ടു ഈ 152 ഡിഗ്രീനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 152 ഡിഗ്രി ഈക്വൽ ടു 28 ഡിഗ്രി. അപ്പോൾ സെഡിൻ്റെ മെഷർ കിട്ടി 28 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഡയഗണൽ എ സി ഇല്ലേ, ആ എ സി നമ്മുടെ പാരലോഗ്രാമിനെ 2 ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ മേളിലുള്ള ട്രയാങ്കിളിനെ എടുക്കാം. ഈ ട്രയാങ്കിളിനെ എടുക്കാം. ഇൻ ട്രയാങ്കിൾ ADC അവിടെ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ വൈ 40 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ വൈയുടെ മെഷർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 112 ഡിഗ്രി. അപ്പോൾ 112 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി.
ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ സം എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അതാണ് ആംഗിൾസും പ്രോപ്പർട്ടി. പിന്നെ ഇതിവിടെ സോൾവ് ചെയ്യുമ്പോൾ 152 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 180 ഡിഗ്രി മൈനസ് 152 ഡിഗ്രി ഈക്വൽ ടു 28 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ മെഷർ കിട്ടി 28 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, the measures of two adjacent angles of a parallelogram are in the ratio 3:2. Find the measure of each of the angles of the parallelogram. അപ്പോൾ ഞാനിവിടെ ഒരു പാരലോഗ്രാം എടുത്തിട്ടുണ്ട്. പാരലോഗ്രാമിന് നമുക്ക് പേര് കൊടുക്കാം എ ബി സി ഡി. ഇനി ഇവിടെ ഞാൻ എടുക്കുന്ന അഡ്ജസൻ്റ് ആംഗിൾ എയും ആംഗിൾ ബിയും ആണ്. ഇനി അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുക? 3x 2x. അവരുടെ മെഷർ 3x 2x എന്ന് എടുത്തു. ഇനി നമുക്ക് എഴുതാം ലെറ്റ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ ടു അഡ്ജസൻറ്റ് ആംഗിൾസ്. ഇനി ആംഗിൾ എ ഈക്വൽ ടു 3x, ആംഗിൾ ബി ഈക്വൽ ടു 2x. ഇനി നമുക്ക് അഡ്ജസൻ്റ് ആംഗിളിൻ്റെ പ്രോപ്പർട്ടി അറിയാം അല്ലേ? പാരലോഗ്രാമിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ആംഗിൾ എ പ്ലസ് angle B equal to 180 degree. The reason adjacent angles are supplementary. ഇനി ആംഗിൾ എക്ക് നമുക്ക് 3x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ആംഗിൾ ബിക്ക് 2x ഇട്ട് കൊടുക്കാം, ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി 3x പ്ലസ് 2x ചെയ്യുമ്പോൾ 5x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് 36 ഡിഗ്രി കിട്ടും. അപ്പോൾ എക്സിൻ്റെ മെഷർ കിട്ടി 36 ഡിഗ്രി. അതായത് ആംഗിൾ എ ഈക്വൽ ടു 3x, അപ്പോൾ 3 ഇൻറ്റു 36 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് 108 ഡിഗ്രി കിട്ടും. ഇനി ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും അല്ലേ? അതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ സിയുടെ മെഷർ എന്തായിരിക്കും? അതും 108 ഡിഗ്രി ആയിരിക്കും. ഇനി ആംഗിൾ ബി ഈക്വൽ ടു 2x 2 ഇൻറ്റു 36 ഡിഗ്രി ഈക്വൽ ടു 72 ഡിഗ്രി. ഇനി ഇവിടെ ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ ഡിയുടെ മെഷർ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദി ആംഗിൾസ് ഓഫ് ദി പാരലോഗ്രാം എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ആംഗിൾ സിയും ആംഗിൾ ഡിയും ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ പാരലോഗ്രാമിൻ്റെ എല്ലാ ആംഗിളിൻ്റെയും കൂടെ മെഷർ നമുക്ക് എഴുതി വയ്ക്കാം. 108 ഡിഗ്രി 72 ഡിഗ്രി 108 ഡിഗ്രി 72 ഡിഗ്രി. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി. The question, find the angle measures x, y and z. State the properties you use to find them. അപ്പോൾ ഇവിടെ നമുക്കൊരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, ഹോപ്പ്. അതിൽ എക്സ് വൈ സെഡ് ഇതിൻ്റെ മെഷേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇതൊരു പാരലോഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എച്ച് ഒ എന്ന് പറയുന്ന സൈഡും ഇ പി എന്ന് പറയുന്ന സൈഡിലും പാരലൽ ആയിരിക്കും. എച്ച് പി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്വേഴ്സൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കറിയാം പാരലൽ ലൈൻസിൻ്റെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് വരുന്നത് വൈയും 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്തെഴുതാം? വൈ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അടുത്തത് ആംഗിൾ എച്ച് ഒ പി നോക്കുക. ആംഗിൾ എച്ച് ഒ പി, ഈ ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും ഈ 70 ഡിഗ്രി ഇവരെന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും. അപ്പോൾ ആംഗിൾ എച്ച് ഒ പി പ്ലസ് 70 ഡിഗ്രി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ലീനിയർ പെയർ ആണെങ്കിൽ അവരുടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കത്തില്ലേ? ഓക്കെ, അപ്പോൾ ലീനിയർ പെയർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എച്ച് ഒ പിയുടെ മെഷർ കണ്ടുപിടിക്കാം. ആംഗിൾ എച്ച് ഒ പി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി ഈക്വൽ ടു 110 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഒ പിയുടെ മെഷർ കിട്ടി 110 ഡിഗ്രി. ഇനി ഈ എച്ച് ഒ പി ഈ ആംഗിളും ഈ ഇയും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ പാരലോഗ്രാമിൻ്റെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഇ ഈക്വൽ ടു ആംഗിൾ എച്ച് ഒ പി.
അപ്പോൾ ആംഗിൾ ഇ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ഒ പി. എച്ച് ഒ പിയുടെ മെഷർ 110 ഡിഗ്രി. അപ്പോൾ എക്സിൻ്റെ മെഷർ കിട്ടി 110 ഡിഗ്രി. വൈയുടെ മെഷർ കിട്ടിയിട്ടുണ്ട് 40 ഡിഗ്രി. എക്സിൻ്റെ മെഷർ 110 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി എടുക്കാം ആംഗിൾ ഇ. ഈ ആംഗിളും ഈ ആംഗിളും ഇവരെന്താണ് അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ ഇ പ്ലസ് ആംഗിൾ എച്ച് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൻ്റെ റീസൺ എന്താ? അഡ്ജസൻ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ആംഗിൾ ഇ എന്ന് പറയുന്നത് എക്സ്, ആംഗിൾ എച്ച് എന്ന് പറയുന്നത് 40 ഡിഗ്രി പ്ലസ് സെഡ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി എക്സിൻ്റെ മെഷർ നമുക്കറിയാം 110 ഡിഗ്രി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് 40 ഡിഗ്രി പ്ലസ് സെഡ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇത് 110 ഡിഗ്രി 40 ഡിഗ്രി ആഡ് ചെയ്യുമ്പോൾ 150 ഡിഗ്രി പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സെഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 150 ഡിഗ്രി 30 ഡിഗ്രി. അപ്പോൾ സെഡിൻ്റെ മെഷർ കിട്ടി 30 ഡിഗ്രി.